ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിനെ ജനങ്ങൾ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കും തൊഴിൽ മേഖലയ്ക്കും അർഹമായ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് മന്ത്രി അവതരിപ്പിച്ചത്. കഴിഞ്ഞ ബഡ്ജറ്റിലെ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കിയതിന് മന്ത്രിയുടെ പ്രത്യേക അഭിനന്ദനവും വകുപ്പുകൾക്കുണ്ടായി. പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പുകളെ ബഡ്ജറ്റിൻ്റെ ആദ്യ ഊന്നലുകളിൽ ഉൾപ്പെടുത്തിയ ധനമന്ത്രിക്ക് അഭിനന്ദനങ്ങളും നന്ദിയും രേഖപ്പെടുത്തുന്നു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്നതിനും മുൻതൂക്കം നൽകുന്ന വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളാണ് 2026-27 സംസ്ഥാന ബഡ്ജറ്റിലുള്ളത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഈ മേഖലയിൽ ഉണ്ടായ അത്ഭുതപൂർവമായ മുന്നേറ്റം തുടരുന്നതിനും ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഗുണഫലങ്ങൾ എല്ലാ കുട്ടികളിലും എത്തിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. പൊതുവിദ്യാഭ്യാസ വിഹിതം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം നിലനിർത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി 1128 കോടി 71 ലക്ഷം രൂപ വകയിരുത്തി. കിഫി വഴി ഇതിനോടകം 2565 കോടി രൂപ ഈ മേഖലയിൽ ചെലവഴിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ 1 മുതൽ 12 വരെ ക്ലാസ്സുകൾ പഠിക്കുന്ന എല്ലാ സ്കൂൾ വിദ്യാർത്ഥികൾക്കുമായി പുതിയ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിനായി 15 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. നിർമ്മിത ബുദ്ധി വിദ്യാഭ്യാസം രാജ്യത്ത് ആദ്യമായി സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടുത്തി. ഇതിനോടകം വിതരണം ചെയ്ത 9000 റോബോട്ടിക് കിറ്റുകൾക്ക് പുറമെ 20,000 അധിക റോബോട്ടിക് കിറ്റുകൾ കൂടി സ്കൂളുകൾക്ക് വിതരണം ചെയ്യും. IT അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കായി കൈറ്റിന് 38 കോടി 50 ലക്ഷം രൂപ അനുവദിച്ചു. ഉച്ചഭക്ഷണ പദ്ധതി കേന്ദ്രവിഹിതം അപര്യാപ്തമായ സാഹചര്യത്തിലും സംസ്ഥാന സർക്കാർ പദ്ധതി ഏറ്റെടുക്കുന്നു. സംസ്ഥാന വിഹിതമായ 150 കോടി രൂപയ്ക്ക് പുറമെ 260 കോടി 66 ലക്ഷം രൂപ കൂടി അധികമായി വകയിരുത്തുകയാണ്. ആകെ 410 കോടി 66 ലക്ഷം രൂപ ഉച്ചഭക്ഷണത്തിനും അനുബന്ധ പോഷകാഹാരത്തിനുമായി ചെലവഴിക്കും. സൗജന്യ യൂണിഫോം എയ്ഡഡ് സർക്കാർ UP സ്കൂളുകളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും 2 ജോഡി സൗജന്യ കൈത്തറി യൂണിഫോം നൽകും. ഇതിനായി കൈത്തറി ഡയറക്ടറേറ്റിൻ്റെ 70 കോടി രൂപ ഉൾപ്പെടെ ആകെ 150 കോടി 34 ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനം പ്രൈമറി, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ വികസനത്തിനായി 167 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. തടസ്സരഹിത വിദ്യാലയങ്ങൾ പദ്ധതിക്കായി 11 കോടി രൂപ, സ്കൂളുകളുടെ ആധുനികവൽക്കരണത്തിന് 42 കോടി രൂപ, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 7 കോടി 40 ലക്ഷം രൂപ, ഗോത്ര മേഖലയിലെ വിദ്യാഭ്യാസത്തിന് സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പദ്ധതി, ഗോത്രമേഖലയിലെ സ്കൂളുകളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുവാൻ ആരംഭിച്ച സ്പെഷ്യൽ എൻറിച്ച്മെൻറ്റ് പദ്ധതിക്ക് കൂടുതൽ വിപുലീകരിക്കും. 50 പട്ടികവർഗ വിദ്യാർത്ഥികളെങ്കിലുമുള്ള 340 സ്കൂളുകളിലേക്കും 100 പട്ടികജാതി വിദ്യാർത്ഥികൾ ഉള്ള 300 സ്കൂളുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. ഇതിനായി 60 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾക്കുള്ള സഹായമായി 62 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. CH മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെൻ്റലി ചലഞ്ചിന് 10 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിക്കായി 56 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട്. അധ്യാപക ശാക്തീകരണത്തിനായി 10 കോടി രൂപ, സ്കൂൾ പാചക തൊഴിലാളികൾക്ക് 25 രൂപയുടെ വർധനവ്, പ്രീ പ്രൈമറി അധ്യാപകർ ഇവരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപ വർധനവ്, സ്കോളർഷിപ്പുകൾ ഹയർ സെക്കൻഡറി VHSE തലത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായ സ്കോളർഷിപ്പിന് 7 കോടി 90 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. സാക്ഷരതാ മിഷൻ പ്രവർത്തനങ്ങൾക്കായി 20 കോടി 20 ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല കൂടുതൽ കരുത്തുറ്റതാകും. ഡിജിറ്റൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ കുട്ടികൾക്ക് ലോക നിലവാരമുള്ള സൗകര്യങ്ങളും സുരക്ഷമായ ഭാവി ഉറപ്പാക്കുവാൻ സർക്കാർ എന്നും മുൻപന്തിയിൽ ഉണ്ടാകും.